ശാവകീർത്തന എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ അവിടെ പറയണു, അദ്ദേഹം നായാട്ടിൽ പോയപ്പോൾ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ചില വെള്ളം കിട്ടാനായിട്ട് അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെ ഒരു ആശ്രമം കണ്ടു. അവിടെ ഒരു ഋഷിവര്യൻ ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിരിക്കണമെന്ന് ചോദിച്ചു, ചില വെള്ളം തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് കേട്ടില്ല. അപ്പോ താൻ ചക്രവർത്തിയാണ്, തന്നെ നിഷേധിക്കുകയാണെന്ന് തോന്നിയിട്ട് അവിടെ കിടന്ന ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലേക്കിട്ട് അദ്ദേഹത്തിന്റെ പുത്രൻ ശപിച്ചതാണ്. 8:30 വരെ ഇരിക്കാമെന്ന് എഴുതി പോകുന്നു. ആ ശാപഗ്രസ്തനായ പരീക്ഷിത മഹാരാജാവ് വേഗം തന്നെ ഗംഗാനദിയുടെ തീരത്തേക്ക് പോയിരുന്നു. ദർഭ വിരിച്ച് ആ ദർഭയിൽ വടക്കോട്ട് നോക്കി ഇരുന്നു എന്നാണ് മൂലം ഭഗവതി പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് ഒരു ഏകസ്തംഭത്തില് ഒരു കൊട്ടാരം ഉണ്ടാക്കി അതിനകത്ത് കയറി ഇരുന്നു എന്നാണ്. എന്തായാലും ഗംഗയുടെ തീരത്താണ് അവിടെ പോയിരുന്നു. അവിടെ സന്നിഹിതരായ ഋഷിവര്യന്മാരോട് എന്താണ് ഈ മരണഭയത്തിൽ നിന്ന് രക്ഷ, അല്ലെങ്കിൽ ജീവനെ രക്ഷിക്കാനുള്ള ഉപാധി എന്താണെന്ന് ചോദിക്കുമ്പോൾ പലരും പല ഉത്തരം പറയുകയും അവിടേക്ക് ശരീശ്വര ബ്രഹ്മർഷി കടന്നു വരികയും ചെയ്യുന്നു. അദ്ദേഹത്തോട് ചോദിച്ചാൽ യാതൊരുവിധ സംശയത്തിലും ശരീശ്വര ബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചു തുടങ്ങുമ്പോൾ രണ്ടാമത്തെ സ്ഥലത്തില് ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ ആദ്യം ഒന്ന് ബോധിപ്പിച്ചു കൊടുക്കുക. എല്ലാവിധമായിരിക്കുന്ന ചരാചരങ്ങളും ഭഗവാങ്കലാണെന്നും ഭഗവാനാണ് സർവസ്വവും എന്നുള്ളൊരു ബോധത്തെ ആദ്യം കൊടുത്തുകൊണ്ടാണ് പിന്നീട് തൃതീയ സ്കന്ധം മുതൽ ഭാഗവതം പറഞ്ഞു തുടങ്ങുന്നത്. തൃതീയ സ്കന്ധത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ ഭൂമിയെ അധപ്പതിപ്പിച്ചുകൊണ്ട് പോകുന്ന അവസരത്തില് ഭഗവാൻ അവിടെ ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധം ചെയ്യുകയും അങ്ങനെ അവിടെ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് യഥാസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന സ്വരൂപം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള എൻ്റെ എന്ന ഭാവമാണ്. എല്ലാത്തിനോടും നമുക്കുണ്ടാവുന്ന ഒരു ഭാവമാണ് എന്റേത് 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 എന്ന്. ഒരു ഈശ്വര അന്വേഷി അല്ലെങ്കിൽ ഒരു ഈശ്വര സാക്ഷാത്കാരം നേടണം എന്ന് ആഗ്രഹിക്കുന്നവന് ആദ്യമായി തൻ്റെ ഉള്ളിൽ നിന്നും ഇല്ലാതെയാക്കേണ്ടത് എൻ്റെ എന്ന ഭാവമാണ്. എവിടെയെല്ലാം എൻ്റെ ഉണ്ടോ അവിടെയെല്ലാം ദുഃഖമുണ്ടാക്കി വെക്കണം. മമത്വം എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം നമുക്ക് ബന്ധനങ്ങൾ ഉണ്ടാവും. ആ ബന്ധനത്തിൽ നിന്ന് മുക്തമാകുക സാധ്യമല്ല. കാരണം നമ്മളെല്ലാം പ്രാകൃതന്മാരായതുകൊണ്ട് ആ പ്രാകൃതമായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വര അന്വേഷിയാണ് എങ്കിൽ അവന് ആദ്യം ഇല്ലാതെയാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള എൻ്റെ എന്ന ഭാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവതാരങ്ങൾ പറയുമ്പോൾ മത്സ്യക്കൂർമ്മ വരാഹം എന്ന് പറയുന്നെങ്കിലും ഭാഗവതത്തിൽ വരാഹ അവതാരത്തെ കുറിച്ച് അധികം കീർത്തിക്കാനുണ്ടാവുന്ന കാരണം. ആ പൂവെല്ലാം വാരിക്കളില്ല, പൂ വിരിച്ചിട്ട് ഇവിടെ വെച്ചേക്കണേ, അവർക്ക് പ്രസാദമായിട്ട് കൊടുക്കാൻ. അപ്പോ അങ്ങനെ ആ ഭഗവാന്റെ വരാഹ അവതാരത്തെ കുറിച്ച് കീർത്തിച്ചു കഴിഞ്ഞ മുൻപോട്ട് നീങ്ങുമ്പോൾ അവിടെ കപിലവാസുദേവന്റെ മാതാവായിരിക്കുന്ന ദേവഹൂതി പുത്രനായിരിക്കുന്ന കപിലവാസുദേവന് മോക്ഷം കിട്ടാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്നു. പുത്രൻ ഈശ്വരീയമായ അംശത്തെ കൂടുതലായിട്ട് ആർജിച്ചവനാണ്. നമ്മളൊക്കെ ഈശ്വരാംശമാണെങ്കിലും നമുക്കെല്ലാം കൂടുതലായിട്ട് ആ ഈശ്വരാംശത്തെ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിത രീതി ആ വിധത്തിലായതുകൊണ്ട് ആ പരമമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളാരും ഈശ്വര ഭാവത്തിലേക്ക് ഉയർന്നിട്ടില്ല. ഇവിടെ കപിലവാസുദേവൻ ഭഗവാന്റെ അവതാരം തന്നെയാണ്. കർദമ പ്രജാപതി പിതാവാണ്. കർദമ പ്രജാപതി തപസ്സിനായി പോയി കഴിയുമ്പോൾ യജ്ഞയാകുന്ന ദേവഹൂതി പുത്രനായിരിക്കുന്ന കപിലവാസുദേവനോട് ചോദിക്കുന്നു, എന്താണ് മോക്ഷത്തിനുള്ള മാർഗം? ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വസ്തുക്കളെല്ലാം അനുഭവിച്ച് വന്നിട്ടും ഒരു തൃപ്തി വരാൻ കഴിയുന്നില്ല. എന്താണ് തൃപ്തി വരുത്താനുള്ള ഉപാധി? അങ്ങനെ തൃപ്തി വരുത്തിയെങ്കിൽ മാത്രമല്ലേ മോക്ഷം ഉണ്ടാവുകയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അമ്മയ്ക്ക് സുന്ദരമായ രീതിയിൽ ഭഗവാൻ ഉപദേശം കൊടുക്കുന്നു. അമ്മേ, ഭക്തിയാണ് പരമപ്രധാനം. സാത്വികമായിരിക്കുന്ന ഭക്തി. നമ്മളൊക്കെ സാത്വിക ഭക്തി ഉള്ളവരല്ല,
നമ്മളൊക്കെ സകാമ ഭക്തരാണ്, രജോ ഗുണ പ്രധാനികളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മളൊക്കെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തി കാണിക്കുന്നത്. ഈശ്വരന്റെ അരികിൽ വരുന്നത് പോലും ഓരോരോ കാര്യസാധ്യത്തിനായിട്ട് വരുന്നവരാ, അല്ലേ? അല്ലാതെ ആരെങ്കിലും ഇവിടുത്തെ ഭഗവതിക്ക് സുഖമാണെന്ന് അറിയാൻ വരുന്നവരുണ്ടോ? ഇവിടുത്തെ ഭഗവതി നിനക്ക് സുഖമാണ്, സുഖമാണെന്ന് ചോദിക്കാൻ മാസത്തിൽ ഒന്നല്ലേ ഉള്ളൂ, അല്ലേ? പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനല്ല, പരമസുഖമായിരിക്കും, ഇല്ലേ? ചോറ് കൊടുക്കാതെ ഉദ്ദേശിച്ച് സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി അവർ കാര്യം വളരെ തൊഴിക്കും. അപ്പൊ അതുകൊണ്ട് ചോദിക്കാതിരിക്കുക തന്നെ ബെസ്റ്റ്. അപ്പൊ എന്തായാലും അവിടെ അങ്ങനെ ഈ സാത്വികമായിരിക്കുന്ന ഭക്തി എന്ന് പറയുമ്പോൾ അവിടെ യാതൊന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായും ഭഗവാനിലേക്ക് അർപ്പിതമായിരിക്കുന്ന മനോഭാവം. ഈ ഭക്തി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നും ഉണ്ടാവേണ്ട ഒരു വികാരമാണ്. ഭക്തി ഒരു വികാരം തന്നെയാണ്, അത് ഉള്ളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. നമ്മളൊക്കെ കൂടുതലും ഭക്തരാണ് എന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്നവരാണ്, ഇല്ലേ? നമ്മുടെ ഭക്തിയുടെ എണ്ണം അറിയണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കുറവുകൾ അറിയണമെങ്കിൽ നെറ്റിക്കെ കൂടി നോക്കിയാൽ മതി, ഇല്ലേ? ഗണപതി ഹോമം കഴിഞ്ഞ എടുത്തൊരേറെ 1 രൂപ തപ്പിപ്പിടിച്ചെടുത്തേച്ച് 7 എണ്ണത്തിന് ഒഴിഞ്ഞേച്ച് കാണിക്കവഞ്ചിലോട്ടിടലാണ് നമ്മുടെ അടുത്ത ഭക്തി. ഇത്തരത്തിലുള്ള ഭക്തിയൊന്നും ഭഗവാൻ സ്വീകരിക്കില്ല. ക്ഷേത്രാങ്കണത്തിൽ ഒരു തരത്തിലും തനിക്കൊഴിഞ്ഞൊന്നും ഇടാൻ പാടില്ല. അത് ശരിയായ നടപടിയല്ല, അത് മനസ്സിൽ ഓർത്തോണം. അപ്പൊ എന്തായാലും ഇക്കൂടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ ശരീരത്തിൽ തൊട്ട് ഞാൻ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. സത്യത്തിൽ ഈ ശരീരമാണോ ഞാൻ എന്ന് ചോദിച്ചാൽ ശരീരമല്ല ഞാൻ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ സത്യത്തിൽ ശരീരമല്ല ഞാൻ എന്ന് ഒരു തിരിച്ചറിവുണ്ടാവും. അതെപ്പോഴാ മരണമുണ്ടാകുന്ന അവസരത്തിൽ തന്റെ ഉള്ളിൽ നിന്ന് ചൈതന്യം വിട്ടുപോയി കഴിഞ്ഞാൽ ശരീരം അവിടെ കാണും. അമൃതനം എഴുന്നേറ്റാലും ഞാൻ എന്ന് പറയാറില്ല. ആയാലും ആചാര്യന്മാരായാലും എല്ലാത്തിനും ഒറ്റ പേരേ ഉള്ളൂ, ശവം. അവസാനം അറിയപ്പെടുന്ന ഒരു പേരതാണ് ശവം. ഈ ശവമാവാൻ വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശിവമാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശിവത്വത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. 60 കഴിഞ്ഞാലും 70 കഴിഞ്ഞാലും 80 നടന്നു പോകാൻ ഒരു വഴി ചോദിച്ചാൽ നമ്മൾ കൊടുക്കുവോ? കൊടുക്കില്ല. എന്താ കാരണം? എന്റെ അത്രയും പോകുന്ന എന്റെ ആണെങ്കിൽ നീ പോകുമ്പോ കൊണ്ടുപോകണ്ടേ? നിനക്ക് എത്ര ഏക്കർ ഉണ്ടായാലും എത്ര അടി മതി? 6 അടി അല്ലെങ്കിൽ 7 അടിയുടെ ആവശ്യം. കൊണ്ടൊക്കെയായിരുന്നു 6 അടി. ഇപ്പൊ ചിലർക്ക് 7 അടി പൊക്കൊണ്ട് വന്നാലും എങ്ങനെ വന്നാലും ഒരു 7 അടിയിൽ കൂടുതൽ എന്തായാലും വേണ്ട. എന്നിട്ടും പിടിച്ചടക്കി വെക്കുകയാണെങ്കിൽ നന്നാവാവൂന്നാണ് നമ്മുടെ പോളിസി. അതിനനുസരിച്ച് നമ്മൾ കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാണ് മനസ്സിന്റെ കുഴപ്പം. എന്താണോ നമ്മുടെ ഉള്ളിൽ നമ്മൾ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ അധപ്പതിപ്പിക്കും, നമ്മുടെ അധോഗതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുകൊണ്ട് ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവും, അക്കൂടെ ഞാനും നന്നായിക്കോളും എന്ന്. തന്നെയുമല്ല, ഞാൻ ഈ ശരീരമല്ല എന്ന് നിனைക്കണം. എങ്ങനെ അറിയാൻ പറ്റും? ഓരോ അവയവങ്ങളെയും നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്കൊക്കെ തലവേദന വരാറുണ്ടല്ലേ? ഉണ്ടോ? ആരുടെ തലയ്ക്ക് വേദന എടുക്കുന്ന പറയും? എന്റെ തലയ്ക്ക് വേദന. ഇന്നുവരെ ആരും പറഞ്ഞിട്ടോ ഞാൻ ഭയങ്കര തലവേദനയാണ്, ഞാൻ ആരാന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാടാ, ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോടാന്ന്. ഈ ഉള്ളവൻ പറയാറുണ്ട്, അത് അവനവനോട് സ്വയം ചോദിക്കേണ്ട ചോദ്യം, നാട്ടുകാരോട് ചോദിക്കേണ്ട ചോദ്യമല്ല എന്ന് പറഞ്ഞു. നീ വീട്ടിൽ പോയി കിടന്നു വെച്ചാൽ ഞാൻ ആരാന്ന് ചോദിക്കേണ്ടത് വീട്ടുകാർ വട്ടാണെന്ന് പറയും. എവിടെയെങ്കിലും കൊണ്ട് മെഡിക്കോടെ എല്ലാം കൊണ്ട് തള്ളും. അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലേ ചോദിക്കാവൂ, ഞാൻ ആ ദേഹത്ത് നിന്ന് ഈ ദേഹി വിട്ടുപോയി കഴിയുമ്പോൾ ഞാനെന്ന ബോധം അകന്നു മാറും. ഇവിടെ ശവമായിട്ട് ആ ജഡം ഇത്രയും കാലം ഞാൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്ന ജഡം അവിടെ വീണ് കിടക്കും. അപ്പൊ ജഡമല്ല ഞാൻ എന്ന ബോധം അവിടെ നമുക്ക് പഠിക്കാൻ. മറ്റൊരാളുടെ മരണം രണ്ടുപേരും മുഖ്യത്തിലേക്ക് അണയുന്നതായിട്ട് തൃതീയ സ്കന്ധത്തിൽ നമുക്ക് കാണാം. വിതുര ഉദ്ധവ സംവാദ രൂപേണയാണ് തൃതീയ സ്കന്ധം തുടങ്ങുന്നത്. ഭാഗവതം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യത്തെ പ്രഥമ സ്കന്ധവും ദ്വിതീയ സ്കന്ധവും ഈ ഭാഗവത്തെ പറയാനൊരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നത്. എന്തായാലും തൃതീയ സ്കന്ധത്തിൽ മുതൽ തുടങ്ങുന്ന സർഗം എന്ന ലക്ഷണത്തോടുകൂടി തുടങ്ങുന്ന തൃതീയ സ്കന്ധം പഠിക്കാനുള്ള ഒരു പാഠങ്ങൾ ഉണ്ട് നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ പഠിക്കാൻ. ഈശ്വരാധീനം കൊണ്ട് ഇത് കേൾക്കാനുള്ളവരാരും ഇതിനകത്തില്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം കേൾക്കാനുണ്ടവര് കാരണം നമ്മളൊന്നും
അത്ര പെട്ടെന്നൊന്നും നന്നാവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ഇന്നലെ ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ, സാന്നിധ്യം കുറയുന്നു ആൾക്കാരുടെ. എന്താ സാന്നിധ്യം കുറയാൻ കാരണം? വീട് അങ്ങാടിയായപ്പോ ഇതാണ് നമ്മുടെ സ്വഭാവം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ദക്ഷയാഗത്തില് ഭഗവാൻ ദക്ഷനോട് കാട്ടുന്ന അനുഗ്രഹം അല്ലെങ്കിൽ കൊടുക്കുന്ന അനുഗ്രഹം, അഹങ്കാരിയായ ദക്ഷൻ സാക്ഷാൽ പ്രപഞ്ചത്തിനു മുഴുവൻ നാഥനായി നിൽക്കുന്ന, സർവത്തിലും ശിവ രൂപമായി നിൽക്കുന്ന ബോധമുണ്ടായത് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്താണ് എന്ന്. അപ്പൊ നമുക്കും ഈശ്വരനെ അറിയാൻ കഴിയാത്തതിന്റെ കാരണം ഈ തലയാണ്. പിന്നെ ഈ തല കളഞ്ഞിട്ട് ദക്ഷിണന് എന്തിന്റെ തലയാ വെച്ചു കൊടുത്തേ? ആടിന്റെ തലയാണ് വെച്ചു കൊടുത്തത്. അപ്പൊ നമുക്കും ആടിന്റെ തല വെച്ചാൽ എന്ത് കിട്ടും? ബോധം കിട്ടും. എന്താ നമ്മുടെ ഈ തലയ്ക്കുള്ള കുഴപ്പം? ഈ തലയ്ക്കുള്ള കുഴപ്പം അഹങ്കാരം ബാധിച്ച തലയാണ്. ഞാൻ ഏതാണ്ടൊക്കെയാണ്, ഇല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പറയുക? ഞാൻ ഏതാണ്ടൊക്കെയാണ്, ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും, ഇല്ലേ? എനിക്ക് ഏതാണ്ടൊക്കെ ഉണ്ട്, ഞാനില്ലായിരുന്നു കാണായിരുന്നു. പറയാറുണ്ട്, ഇത്തരത്തിൽ 4 ബോധം ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ ഓർത്തോണം നാശം തുടങ്ങി. കാരണം നാശത്തിന്റെ ആദ്യത്തെ ആണി അതാണ്. ഞാൻ ഏതാണ്ടാണെന്ന് തോന്നി തുടങ്ങി ഓർത്തോളം നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. കാരണം അഹങ്കാരം എത്രമാത്രം മുകളിലേക്ക് കയറുന്നുവോ അത്രമാത്രം വീഴ്ചയുടെ ആഘാതവും കൂടും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ആ വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഞാൻ അല്ല ഇതിനൊന്നും കാരണക്കാരൻ എന്ന ബോധത്തിൽ നിൽക്കുക. ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കണതാണെന്നൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടോ? ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു തരത്തിലും അഹങ്കാരം ബാധിക്കില്ല. ഇവിടെ ദക്ഷനുണ്ടായിരുന്ന അഹങ്കാരം അതാണ്. ഞാൻ ദക്ഷ പ്രജാപതിയാണെന്നുള്ള അഹങ്കാരം, സർവർക്കും അധിപനായി നിൽക്കുന്നത് താനാണെന്നുള്ള ആ ഒരു അഹംബോധം ദക്ഷനെ വല്ലാതെ നശിപ്പിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ഈശ്വരനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. നമ്മളോട് പറയുകയാണ് അഹങ്കാരം വെച്ച് വളർത്തരുത്. ചില എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ മന്നപ്പാടിയിലെ അമ്മയും വേണ്ട, പിന്നെന്തോ അപ്പുറത്തെ പൂവപ്പള്ളിയിലെ ഉമാമഹേശ്വരനും വേണ്ട, പിന്നെ അപ്പുറത്തെ ഉണ്ടല്ലോ എന്താ ഒരു മഹാദേവനുണ്ടല്ലോ അങ്ങനെയും വേണ്ട. ആ വഴി കൂടെ പോയാൽ നമ്മൾ തലവെട്ടി ചെന്ന് നോക്കുക പോലും ചെയ്യില്ല. കാരണം എനിക്ക് വേണ്ടതൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് എന്നൊരു അഹംബോധം നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോൾ ഈശ്വരനെ മറന്ന് ജീവിക്കും. 4-ാം ദിവസം സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇന്ദ്രനോട് പറയുന്നത്, ഹേ ഇന്ദ്ര, മനുഷ്യന് സൗഭാഗ്യങ്ങൾ കൂടുന്തോറും ഈശ്വരനെ മറന്ന് ജീവിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ തല്ല് കൊടുക്കും. അതുകൊണ്ട് അവൻ അങ്ങനെ പെട്ടെന്നൊന്നും പഠിച്ചു വരില്ല. ചിലവര് പഠിക്കും, അതിനനുസരിച്ച് പിന്നെ അവര് ജീവിക്കും. പക്ഷെ ഈശ്വരാധീനം കൊണ്ട് നമ്മളിതൊന്നും കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. എത്ര അനുഭവിച്ചാലും ഇവിടെയൊക്കെ പ്രളയത്തിന് പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായില്ല. അവിടെ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? വലിയ കോടീശ്വരന്മാരൊക്കെ 2 നിലയുടെ ഷീറ്റിട്ടതിന്റെ മോളിൽ കയറിയിരുന്നാണ് കോടികൾ ഉണ്ടായിട്ട് മറ്റുള്ളവർ കൊണ്ടു കൊടുക്കുന്ന ഒരു വർഷം ബ്രെഡിന് വേണ്ടിയിട്ട് കൈ നീട്ടിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി. കോടികളൊക്കെ അവിടെ കിടന്നതേ ഉള്ളൂ, ഒരുത്തരും കോടിയിടാൻ വന്നില്ല. അന്നേരവും അവിടെ ഇരുന്നുകൊണ്ട് കൈ നീട്ടി ആരെങ്കിലും അതുവരെ എനിക്കാരുടെയും ഔദാര്യം വേണ്ട, എനിക്കാരെയും നോക്കണ്ട, ഞാൻ ആരുടെയും ഇതിലല്ല കഴിയണത്, ഞാൻ കഷ്ടപ്പെട്ടാണ് എന്ന അഹങ്കാരം നടിച്ചുകൊണ്ടിരുന്നവനൊക്കെ 2 ദിവസം സീറ്റിന്റെ മുകളിൽ കയറിയിരുന്നപ്പോ അതുവരെ നിന്ദിച്ചുകൊണ്ടിരുന്ന പാവം പിടിച്ച മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരന്മാര് വള്ളത്തിലും ബോട്ടയിലും വന്ന് പിടിച്ചു കയറ്റി കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് വീട് വരും. എന്താ നിന്നെ ഉണ്ടാക്കി വെച്ച കോടികളൊന്നും നിന്നെ സഹായിക്കാന്? അപ്പൊ കോടികൾക്ക് പോലും വിലയില്ലാത്ത ഒരവസ്ഥ പ്രകൃതി ഉണ്ടാക്കി വെച്ചാൽ അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയില് വിഷമിക്കാൻ മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പൊ പ്രകൃതി വിചാരിച്ചാൽ നിന്റെ കോടികളൊന്നും ഒരു വിഷയമേ അല്ലാതെ ആവും എന്ന് പഠിപ്പിച്ചിട്ടും ആ വെള്ളമെല്ലാം ഇറങ്ങി ചെളി കഴുകി കഴിഞ്ഞപ്പോ ആ ചെളി മുഴുവൻ നമ്മുടെ ഉള്ളിനകത്തോട്ട്, പെരക്കകത്തുണ്ടായിരുന്ന ചെളി മുഴുവൻ നമ്മുടെ അകത്തോട്ട് പോയി. വീണ്ടും ഞാൻ എങ്ങനെ ആരുടെ എല്ലാം പിടിച്ചു വച്ച് ആരുടെ എല്ലാം വലിച്ചു വാരിയെടുത്ത് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാക്കാം എന്ന ചിന്തയിലേക്ക് പോയി. ഈ അഹങ്കാരം നമ്മെ
ഇന്നല്ലെങ്കിൽ നാളെ അധപ്പതിപ്പിക്കും, നശിപ്പിക്കും എന്ന് യാതൊരുവിധമായ സംശയമില്ല. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ തല മാറ്റി ജ്ഞാനത്തിൻ്റെതായ വഴിക്കൂടി നീ പോകണം എന്ന് ദക്ഷയാഗത്തിൽ കൂടി പഠിപ്പിക്കും. സതീദേവി വളരെ ഭംഗിയായ രീതിയിൽ ഒരു ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും ഭർത്താവിന്റെ സങ്കല്പം എന്താണെന്നും വളരെ ഗംഭീരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അറിയാതെയാണ് നമ്മുടെ കുടുംബജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കുടുംബജീവിതം എങ്ങനെയാണ് എന്ന് സതീദേവി വളരെ ഭംഗിയായിട്ട് അതിനകത്തുകൂടി നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷെ നമ്മളതൊന്നും കാണാറില്ല. കഥകളിന്റെ മുകളിൽ കൂടി നമ്മൾ ഓടിപ്പോകാറ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്കതിനകത്തെ പൊരുളിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനവും മാനവും എത്രമാത്രം ഉണ്ട് എന്ന്, ഭർത്താവ് എന്ന സങ്കല്പത്തില് എത്രമാത്രം എന്താ പറയുക സംരക്ഷണം ഉണ്ട് ഒരു സ്ത്രീക്ക് എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് സതീദേവി ദക്ഷന്റെ അരികിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നത്. തന്റെ ഭർത്താവിനെ ദുഷിക്കണമെന്ന് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ തന്റെ ദേഹത്തെ സതീദേവി ഹരിക്കുന്നു. എങ്ങനെ കളഞ്ഞു? ഹോമകുണ്ടത്തിൽ. എന്നാ ഹോമകുണ്ടത്തിലല്ല, യാഗാഗ്നിയല്ല, യോഗാഗ്നിയാണ്. നമുക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ വരുന്ന അവിടെയാണ്. യാഗാഗ്നി എന്ന് പറയുന്നത് യാഗശാലയിലെ ഹോമകുണ്ടത്തിൽ വരുന്ന അഗ്നിയാണ്. യോഗാഗ്നി നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അഗ്നിയെ യോഗികൾക്ക് സ്വയമേവ അതിനെ ജ്വലിപ്പിക്കാൻ കഴിയും. ആരുടെയും സഹായമില്ലാത്ത ദേഹത്തെ അഗ്നിക്കിരയാക്കാൻ കഴിയും യോഗികൾ. നമുക്കത് സാധ്യമാകില്ല. അങ്ങനെയുള്ള അഗ്നിയെ യോഗാഗ്നിയായിട്ട് നമ്മുടെ ശരീരത്തിൽ അഗ്നി വിവിധങ്ങളായ തരത്തിലാണ് നിൽക്കുന്നത്. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ അഗ്നി നമ്മുടെ ഈ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് ആ അഗ്നിയെ വിവിധങ്ങളായ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കരണ്ടിനെ എങ്ങനെയൊക്കെ ഫാനിന്റെ കാറ്റായിട്ട് ഉപയോഗിക്കാം, വെട്ടമായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയെ പണി അറിയാവുന്നവന് വിവിധ തരത്തിൽ ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് വിഷം വരുമ്പോൾ ജലരാഗ്നിയുണ്ട് അല്ലേ? ഇങ്ങനെ ഓരോ തരത്തിലാണ് അഗ്നി പ്രവർത്തിക്കുക. ആ അഗ്നിയെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ ജ്വലിപ്പിക്കും. തന്റെ ശരീരത്തെ ദഹിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ യോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു യോഗിക്ക് പ്രാണനെ നിരോധിക്കാൻ അറിയാം. അങ്ങനെ പ്രാണനെ നിരോധിച്ചു കഴിയുമ്പോൾ കാലക്രമേണ അല്ലെങ്കിൽ സമയങ്ങൾ എഴുതിയതുകൊണ്ട് ആ അഗ്നി ജ്വലിക്കാൻ തുടങ്ങും. നമുക്ക് കാണാം, ദദീജി എന്ന് പറയുന്ന മഹർഷി തന്റെ അസ്ഥി വജ്രായുധം ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആരും കത്തിക്കല്ല തന്റെ ശരീരത്തിൽ ചെയ്യുന്നത്, സ്വയമേവ തന്റെ ശരീരത്തെ ദഹിപ്പിക്കുക. സതീദേവിയും അത് തന്നെയാണ് ചെയ്തത്. തന്റെ ഉള്ളിലുള്ള അഗ്നി കൊണ്ട്, ആ യോഗാഗ്നിയുടെ ബലം കൊണ്ട് തന്റെ ദേഹത്തെ ഹരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ കാരണത്തിലേക്ക് തന്നെ പോയി. നമ്മളെല്ലാം പോവേണ്ടത് ആ കാരണത്തിലേക്കാണ്. എവിടെ നിന്നാണോ വന്നത് അവിടേക്കാണ് പോകുന്നത്. പക്ഷെ നമുക്കാർക്കും അതിന് സാധ്യമാവുന്നില്ല എന്നതാണ് പ്രശ്നം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഈ പ്രാപഞ്ചിക വിഷയങ്ങളുടെ പിന്നാലെ പായുന്നവരാണ്. നമ്മളിതെല്ലാം ഓരോന്നിനെയും നമ്മൾ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യാറുണ്ട്. അതിലാണ് നമ്മളൊരു സുഖം കണ്ടെത്തുന്നത്. മനസ്സിനൊരു സുഖമുണ്ടാവുന്ന വിധത്തിലുള്ള ഓരോന്നിനെയും കാണുമ്പോൾ ഇതെനിക്ക് സുഖം നൽകും എന്ന് വിചാരിച്ച് നമ്മൾ ഓരോന്നിൻ്റെയും പിന്നാലെ പറയുന്നത്. വിളക്ക് കാണുമ്പോൾ എങ്ങനെയാണോ ഈയാമ്പാറ്റ ചെന്ന് വീഴുന്നത്, അതുപോലെ കാണുന്ന ഓരോരോ വസ്തുക്കളിലും നമ്മൾ ചെന്ന് വീഴുകയാണ്. അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണം പറയാം, പാമ്പിന്റെ വായിരിക്കുന്ന തവളയെ പോലെ. കണ്ടിട്ടില്ലേ? ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ? പാമ്പ് പിടിച്ച തവള. ഈ പാമ്പ് ഓരോ ശകലിച്ച തവളയെ വീഴും. എന്താ തവള പറയുക? ഇപ്പൊ വരാം എന്ന് പറയും. എന്താ എന്നിട്ട് ചെയ്യുക? മുമ്പിൽ കൂടെ പോകുന്ന പാറ്റയും പ്രാണിയൊക്കെ പിടിച്ച് തന്റെ വായിലേക്ക് ആക്കുക. എന്താ? താൻ പോണത് പാമ്പിന്റെ വായിലേക്കാണ്. പക്ഷെ പോകുമ്പോഴും തനിക്ക് പ്രകൃതിയോടുള്ള വിഷയങ്ങളോടുള്ള ആസക്തി തനിക്ക് തീർന്നിട്ടില്ല. നമ്മളും ഇത് തന്നെയാണ്. നമ്മൾ എപ്പോഴാ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ കാണുന്നത് മുഴുവൻ എന്റേതാക്കാനുള്ള ഓട്ടത്തിലാണ്. എങ്ങനെ സമ്പാദിച്ചു കൂട്ടാം, ഇതാണ് നമ്മുടെ ചിന്ത അല്ലേ? ശരിക്കും പണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അമിതമായ എന്താ കുഴപ്പം? അതും വലിയ കുഴപ്പമാണ്. അർത്ഥം ഉണ്ടാക്കുന്നത് അനർത്ഥമാണെന്ന് അറിയാം. അതുകൊണ്ട് ആ അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അർത്ഥത്തെ
മിതമായ രീതിയിൽ സമ്പാദിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ധർമ്മത്തിൽ കൂടി വേണം അർത്ഥത്തെ സമ്പാദിക്കാൻ. അധാർമികമായി അർത്ഥം സമ്പാദിച്ചാലുള്ള കുഴപ്പം അത് അനർത്ഥമായിട്ട് മാറും. സന്തതി പരമ്പരകള് ഇല്ലാതെയായിത്തീരും അനുഭവിക്കാൻ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ധർമ്മത്തിൽ കൂടിയാണ് അർത്ഥം സമ്പാദിക്കുന്നത് എങ്കിൽ ഒരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ അതിനു പോലും ഉതകൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ധർമ്മം വിട്ടാണോ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് ഒരു തരത്തിലുമുള്ള നിത്യശാന്തി ഉണ്ടാവില്ല. ധർമ്മത്തിലാണ് ജീവിക്കണതെങ്കിൽ അതുകൊണ്ട് നമുക്ക് സുഖവും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അർത്ഥം അമിതമായി സമ്പാദിക്കാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ സുഖം എന്താ പറയാ, ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വയ്ക്കും. എന്തെല്ലാം ഭയപ്പാടുകളാണ് നമുക്കുണ്ടാവുക അല്ലേ? റെയ്ഡ് വരുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ, ടാക്സ് അടയ്ക്കേണ്ടി വരുമോ, ഇത്യാദിയായ വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബാധിക്കും. അതുകൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും പിന്നെ നമുക്ക് ഫലം. ഞാനൊക്കെ പറയാണ്ട് ഞങ്ങൾക്കൊക്കെ പരമാനന്ദം, എവിടെ വേണേലും കിടന്നുറങ്ങാം. എന്താ കാരണം? കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖം. ഏത് വഴിസൈഡിൽ പോയി വേണേലും കിടന്നുറങ്ങാം. ആരും ഒന്നും അടിച്ചുകൊണ്ട് പോകാനില്ല. കൊണ്ടുപോകുന്ന തിരിച്ച് അതുപോലെ ഇവിടെ കൊണ്ടുവച്ചിട്ട് വേണം. 7 മുണ്ടും 7 ഷാളും വെള്ള വെളിച്ചെണ്ണയും ഒക്കെ ബാഗിനകത്ത് കാണും. 10 പൈസ കിട്ടത്തില്ല. ഒന്ന് വേണേൽ 100 രൂപ ഇങ്ങോട്ട് ഇട്ട ചെവിയിൽ പോയി പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവച്ചിട്ട് പോകും. എത്ര പേർക്ക് പറ്റുമോ ഇറങ്ങാൻ? ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ. കാരണം സമ്പാദ്യമില്ലാത്തവനെ സംബന്ധിച്ച് യാതൊരു വിധമായ ടെൻഷനില്ല. അവൻ എവിടെയും കിടന്നുറങ്ങാൻ. സമ്പാദ്യമുള്ളവൻ അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധ്യമായില്ല. അംബാനിയോടോ അദാനിയോടോ ഒക്കെ ചോദിക്കണം, സുഖമായിട്ട് ഉറങ്ങിയിട്ട് വർഷം എത്രയാണ്? അവർക്കൊക്കെ ഉറങ്ങണേ 4 സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് എങ്കിലും ദിവസം കഴിച്ചെങ്കിലേ 2 മണിക്കൂറിന് കണ്ണടയ്ക്കാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ കിടന്ന അപ്പോഴേ കൂർക്കാൻ വലിക്കും. ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റും വേണ്ട. അത്രയ്ക്ക് സുഖ. ഒന്നുമില്ലാത്തവരാണ് സുഖം. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാരൊക്കെ സന്യാസി ശ്രേഷ്ഠന്മാരായി അല്ലെങ്കിൽ യതികളായി പോയി കഴിയുമ്പോൾ അവർ കിട്ടുന്ന സുഖം എല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം. ഒന്നിനെ കുറിച്ചും ഓർത്ത് ടെൻഷൻ ഇല്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് സുഖമുണ്ട്. അതുകൊണ്ട് അവരെ ത്യാഗം ചെയ്യുമ്പോഴാണ് സുഖം കൂടുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നവരാ അല്ലേ? കിട്ടിയതിനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് എന്താ കുഴപ്പം? പുറത്തൂടെ വരുന്ന വട്ടം കറങ്ങിയിട്ട് ആ വഴിക്ക് പോകും. അതൊന്നും കയ്യിൽ കയറില്ല. എപ്പോഴാണോ കൈയൊന്നും നിവർക്കണത് അപ്പോൾ മാത്രമേ പുറത്തുനിന്ന് വന്നത് കയറും. അകത്തിരിക്കുന്ന ചിലപ്പോൾ പോയാലും പുറത്തുനിന്ന് വരുന്നത് അതിനേക്കാൾ വലുതായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ബോധം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ടിയതിനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ത്യാഗമനോഭാവം എവിടെ ഉണ്ടാവുന്നോ അവിടെ സുഖമുണ്ടാവും. ഇവിടെ സതീദേവി തന്റെ ദേഹത്തെ ഹരിച്ച് തന്റെ ഭർത്താവിനെ ദുഷിക്കണം തനിക്ക് സഹിക്കില്ല. ഉത്തമയായ കുലജാതയായ ഒരു ഭാര്യ ഒരിക്കലും തന്റെ ഭർത്താവിനെ ദുഷിക്കണത് സഹിക്കില്ല. എന്തുകൊണ്ടാണ് പറ്റിപ്പോയത്? വിദ്യാഭാവത്തിൽ നിന്ന് അവിദ്യാഭാവത്തിലേക്ക് വന്നപ്പോൾ, മായാസ്വരൂപത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തന്റെ അച്ഛൻ, സഹോദരങ്ങൾ എന്നുള്ള ചിന്തയുണ്ടായി. നമുക്കുമുള്ള ഒരു ചിന്ത അതാണ്. എൻ്റെ ആൾക്കാർ എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പം അവഹേളനമായിരിക്കും. ക്ഷണിക്കപ്പെടാതെ തൻ്റെ ആൾക്കാരുടെ അടുത്താണെങ്കിൽ പോലും ചെന്ന് കയറിയാൽ, പ്രത്യേകിച്ച് വിശേഷാൽ അവസരങ്ങളിൽ ചെന്ന് കയറിയാൽ അവഹേളനം ഉറപ്പാണ്. ക്ഷണിക്കാത്തിടത്ത് പോയി തല വെച്ചു കൊടുക്കാൻ പാടില്ല. സ്വന്തം ഗൃഹമാണെങ്കിൽ പോലും അവിടെ വിശേഷാൽ ചടങ്ങ് നടക്കുമ്പോൾ നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമ്മൾ പോവാൻ പാടില്ല. നമ്മൾ അങ്ങനെ അവരെ സൂക്ഷിക്കേണ്ടതല്ലേ? അപ്പൊ അതുകൊണ്ട് സതീദേവി വളരെ ഭംഗിയായിട്ട് പല കാര്യങ്ങളും അവിടെ നമുക്ക് കാട്ടിത്തരുന്ന ഒരു കുടുംബജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ടതായ പല പല കാര്യങ്ങളും അവിടെ കാട്ടിത്തരുന്നുണ്ട്. അവിടുന്ന് ആ ദക്ഷയാഗത്തിൽ കൂടി പറയണോ, അഹങ്കാരത്തെ ശമിപ്പിക്കണം. ഞാൻ എന്ന ബോധം അല്ലെങ്കിൽ ശരീരത്തെ തോന്നിച്ചുകൊണ്ട്, അതായത് ദക്ഷൻ എന്ന് പറയുന്നത് ശരീരാഭിമാനിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദക്ഷൻ കയറി വരുമ്പം വളരെ വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ ധരിച്ച് ആഭരണങ്ങളൊക്കെ ഗംഭീരമാക്കിയായിട്ട് അണിഞ്ഞ് തന്റെ പ്രൗഢിയെ കാണിക്കാൻ വേണ്ടി. നമ്മളും ചിലപ്പോൾ അമ്പലങ്ങളിൽ പോകണം അങ്ങനെയാ അല്ലേ? ഉത്സവമൊക്കെ വരുമ്പോൾ ഏറ്റവും തിളങ്ങുന്ന സാരി ഉടുത്ത് ഇല്ലേ,
കൊല്ലം സുപ്രീമിലെ ആരെയും വേണ്ടി ഒരു 3-4 എടുത്ത് അങ്ങോട്ടിട്ട് ചേട്ടന്മാരാണെങ്കിൽ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ മഞ്ഞ, നേരെ നിന്ന കറുപ്പ്, വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീല, ഇങ്ങനെ വിവിധങ്ങളായ കളറുണ്ടാവുന്ന ഉടുപ്പൊക്കെ ഇട്ട് ഇല്ലേ, വീതിയേറിയ കരയുള്ള മുണ്ടുമൊക്കെ കൊടുത്ത്, പറ്റുമെങ്കിൽ ഒരു കൈ ചെയിനുമൊക്കെ അങ്ങോട്ടിട്ട്, ഇച്ചിരി കനത്തിലുള്ളതിട്ട്, അങ്ങനെ നമ്മളെല്ലാം ഈശ്വരന്റെ മുമ്പിൽ ചെല്ലുന്നത് നമ്മൾ മഹാസംഭവമായിട്ട്. ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നു, ഭഗവതിമാരൊക്കെ എഴുതുന്നത് നമ്മളെ കാണുമ്പോൾ ഇടാ എന്നേക്കാൾ കൂടുതലാണല്ലോ ഇവർക്കെന്ന് വിചാരിച്ചിട്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്. ഈശ്വരന്റെ മുമ്പിൽ പോലും ലാളിത്യത്തോടുകൂടി ചെല്ലാൻ നമുക്ക് അറിയില്ല. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുന്നത് തലയെടുപ്പോടുകൂടിയാണ്. ഏറ്റവും മുമ്പിൽ കയറുന്ന മറ്റുള്ളവർക്കെല്ലാം ഈശ്വര ദർശനത്തിനുള്ള വിഘാതം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അവിടെ നിൽക്കും. ഞാൻ ഇന്ന ആളാണ്, അതുകൊണ്ട് എനിക്കാണ് മുമ്പിലെ സ്ഥാനം. സപ്തമസ്കന്ധത്തിൽ പറയും ഈശ്വര ദർശനത്തിന് തടസ്സം ഉണ്ടാക്കി ആരായിട്ട് ജനിക്കുന്ന? അസുരനായിട്ട് ജനിക്കും, ഹിരണ്യകശിപുവിനെ പോലുള്ളവരായിട്ട് ജനിക്കും. അപ്പൊ എന്തായാലും ദക്ഷൻ എന്ന അഹങ്കാര ഭാവത്തെ നമ്മുടെ ശരീരം, അതായത് തന്റെ സ്ഥാനമാനങ്ങളിൽ അല്ലെങ്കിൽ തന്റെ അർത്ഥത്തിലൊക്കെ അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ എന്തായാലും വിശേഷിപ്പിക്കാം, ദക്ഷൻ എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ തന്റെ ഉള്ളിൽ ശരീരബോധമുള്ളവന്, അർത്ഥത്തിലൂടെ അമിതമായ താല്പര്യമുള്ളവൻ, അല്ലെങ്കിൽ അതിൽ അഹങ്കാരം കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരാണ് ദക്ഷൻ. അതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, പുറത്തുള്ള ഭാവമല്ല. നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഒരു അഹങ്കാര ഭാവമാണ് ദക്ഷൻ എന്ന പ്രതീകമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. അപ്പോഴാണ് ഈശ്വരനെ മറന്നു പോണത്. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയാണ്, സമ്പാദിക്കുന്നതൊക്കെ എൻ്റെ മിടുക്കൊണ്ട് നഷ്ടപ്പെട്ട ഈശ്വരന്റെ കുഴപ്പം ഇല്ലേ. കയ്യിലുള്ളതൊക്കെ പോയി കഴിയുമ്പോൾ എന്നാലും എൻ്റെ അമ്മയെ നീ എന്നോട് ഇത്തരത്തിലൊരു ചതി കാണിച്ചല്ലോ എന്ന് പറഞ്ഞു ഇല്ലേ. ഈശ്വരി എന്ത് ചതി ചെയ്തിട്ടാ? കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് നീയാണ്, അതിനെ നിലനിർത്താനുമുള്ള വൈഭവം നിനക്ക് വേണ്ടേ? അപ്പൊ അത് വൈഭവം നിനക്കില്ല എങ്കിൽ കഷ്ടപ്പെട്ടത് നീയാണെന്ന്, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് നീയാണെന്ന് അവകാശപ്പെടാൻ നിനക്കുണ്ടോ? ഇല്ല. ഇതൊക്കെ നമുക്ക് ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹം കൊണ്ടാണ്. ആയുസ്സും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കുന്നത് ഈശ്വരന്റെ ഒരു വൈഭവമാണ്. ഇതൊക്കെ എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ആ ഈശ്വരനിൽ അർപ്പിതമായ ജീവിതം വേണം മുൻപോട്ട് നയിക്കാൻ എന്ന് നമുക്ക് തോന്നാറില്ല. അവിടെ ഞാൻ എന്ന് നിൽക്കും. എല്ലാം പോയി കഴിയുമ്പോ ഓടി വന്ന് മുട്ടുകുത്തി അയ്യോ അമ്മച്ചി എന്ന് പറഞ്ഞ് കരയുകയും. ചിന്തിച്ചു നോക്കൂ. അപ്പൊ അതുകൊണ്ടുള്ള അഹങ്കാര ഭാവം, ആ ഭാവത്തെ ശരീരാഭിമാനത്തോടുകൂടി, നമ്മളെല്ലാം ശരീരാഭിമാനമുള്ളവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്ഷേത്രത്തിൽ വന്നാൽ പോലും നമ്മൾ ആ ശരീരാഭിമാനം വിട്ടൊന്നും നമ്മൾ പെരുമാറാറില്ല. ഇപ്പം ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഷർട്ട് ഊരിയിട്ട് കയറണോ ഊരാതെ കയറണോ, ഇനി നാളെ കുറെ കൂടെ കഴിയുമ്പോൾ വസ്ത്രം ഉടുത്തിട്ട് വരണോ ഉടുക്കാതെ വരണോ എന്ന് പോലുമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നുണ്ട്. എന്തിനാ ഷർട്ട് ഊരുന്നത് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പലരും പറയണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈശ്വരന്റെ മുമ്പിൽ ഒരു വിനയാനിത ഭാവത്തിൽ ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധത്തിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ക്ഷേത്രങ്ങളും ക്ഷേത്ര വിഗ്രഹങ്ങളും ക്ഷേത്ര ആരാധനകളും എല്ലാം വേണം. ആ ബോധത്തിൽ ലയിച്ചവരാണ് പിന്നെ അവനതിന്റെ ഒന്നും ആവശ്യം. പക്ഷെ നമ്മൾ ആ ബോധത്തിലേക്ക് എത്താൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ഷർട്ട് ഊരി ഭഗവതിയുടെ അല്ലെ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശരീരബോധമില്ലാതെ അകത്തേക്ക് കിടക്കാനൊരു ഭാവമെങ്കിൽ, അങ്ങനെയെങ്കിലും ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാവാം ഈ ഷർട്ട് ഊരണം. അല്ലാതെ പിന്നെ അനുഗ്രഹം കിട്ടത്തില്ല. നമ്മള് പണ്ട് കാലത്തില് രാജാക്കന്മാരല്ലേ തമ്പ്രാക്കന്മാരെന്ന് പറഞ്ഞ അവരുടെ ചെല്ലുമ്പോ മേമുന്റെ അടുത്ത് ചെയ്യുമായിരുന്നു, അരയെ കെട്ടുമായിരുന്നു. എന്തിനാ? അവരോടുള്ള ഒരു ബഹുമാനം. എന്നതുപോലെ ഈശ്വരന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ ശരീരം, അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കൽവിളക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനടിയിൽ കാണാം ഒരു ആമയുടെ രൂപം. എന്തിനാ? ആ വിളക്കിന്റെ ഭാരം താങ്ങാൻ അത് പറയുന്നത് പിന്നെ ആമയുടെ തോടിനാണ് കട്ടി കൂടുതൽ, അതുകൊണ്ട് വിളക്കിന്റെ ഭാരം താങ്ങാൻ ആമയ്ക്ക് കഴിയുന്ന അല്ല. നീ ആ നാലമ്പലത്തിനുള്ളിലേക്ക് കിടക്കുമ്പോൾ ആമ എങ്ങനെയാണോ തന്റെ കൈയും കാലും തലയും എല്ലാം ഉള്ളിലേക്ക് വലിക്കണം, അതേപോലെ നീ നിന്റെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്കുള്ളതിന് ഉൾവലിച്ചിട്ട് വേണം അകത്തോട്ട് കയറാൻ. കാരണം നീ ക്ഷേത്രം എന്ന് പറയുന്നത് നിന്റെ ശരീരമായതുകൊണ്ടും ആ ക്ഷേത്ര ശ്രീകോവിലിരിക്കുന്ന ചൈതന്യം നിന്റെ ഉള്ളിലുള്ള ചൈതന്യമായതുകൊണ്ടും
നീ അകത്തേക്ക് കയറുമ്പോൾ നിന്നെ തിരിച്ചറിയണമെങ്കിൽ നീ ബഹിർമുഖമായി നിൽക്കുന്ന ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് വേണം നീ അകത്തൂടി എല്ലാം. ഞാനെന്ന അഹംബോധത്തോടെ അകത്ത് എന്നാൽ നിനക്ക് ആരെയും കാണാൻ സാധ്യമാകില്ല. ഈ ശരീരം മാത്രമായിട്ട് നിലനിൽക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പൊ ചോദിക്കും, സ്ത്രീകൾക്ക് അതൊന്നും ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ പ്രാകൃത്യുള്ള ഇതുകൊണ്ട് സ്ത്രീകൾക്ക് അത് ബാധകമല്ല. സ്ത്രീകൾക്ക് ബഹുമാനം വേണ്ടതെന്ന് വെച്ചാൽ തുണിയെടുക്കാൻ സ്ത്രീകൾക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം സംസ്കാരം അതിനെ അനുവദിക്കണില്ല. അതുകൊണ്ട് അവരത് ചെയ്യാറില്ല എന്ന് മാത്രം. പുരുഷന്മാർക്ക് അത് ആവാം. പിന്നെ ഇതൊന്നും വേണ്ടാത്തവർക്ക് ഇതൊന്നും വേണ്ട. എന്നാലും ഒരാളെ ചോദിച്ചു, ഈ ബെറുമൂട ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞു ബെറുമൂടയോ അല്ലെങ്കിൽ അതിനേക്കാൾ വെച്ചിട്ടുള്ള ഇറക്കം പറഞ്ഞതോ എന്ത് വേണമെങ്കിലും ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകാൻ ഒരു കുഴപ്പമില്ല. ആരാ പറയുന്നത്? ആരും തടയോ? തടയുന്നില്ല. ഇതിനൊക്കെ എങ്ങനെ വേണമെങ്കിലും പോകാതിരിക്കുകയും ചെയ്യും. പിന്നെ കാലാനുസൃതമായിട്ട് വരുത്തേണ്ടതായ മാറ്റങ്ങളൊക്കെ വരുത്തി മുൻപോട്ട് പോയില്ലെങ്കിൽ കാലക്രമേണ ഇതൊക്കെ അടച്ചുപൂട്ടി വെക്കാം എന്നതിനപ്പുറത്തോടെ യാതൊരു കാര്യം കിട്ടില്ലതാണ്. ഇന്നത്തെ നല്ലൊരു വിഭാഗം തലമുറ, ഒരു യുവതലമുറയും ക്ഷേത്രത്തിനകത്ത് വരാത്ത ഷർട്ട് ഊരണം എന്നുള്ള പ്രശ്നം കൊണ്ടാണ് എന്നാണ് ഓരോരുത്തരും പറയണത്. അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തി പോകണം. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാല് അത്ര നിർബന്ധിച്ചൊന്നും ഒരുത്തിന് അങ്ങോട്ട് വരണ്ട, ഭഗവാനെ കാണാൻ വരണ്ട എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. ഒരു ഷർട്ട് ഊരിയിട്ട് പോലും ക്ഷേത്രത്തിനകത്തോട്ട് കയറാൻ ബുദ്ധിമുട്ടുള്ള ക്ഷേത്രത്തിലോട്ട് വരണ്ട. ആരുടെ വിളിക്കുന്നു? ഞാൻ ആ ചിന്താഗതിക്കാരനാണ്. ഓരോ ഇടങ്ങളിലും ചെല്ലുമ്പം അവിടുത്തെ സംസ്കാരവും അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ രീതികളും അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തവനായിടത്തോട്ട് പോവാതിരിക്കുക. അതുകൊണ്ട് യുവതലമുറ അകന്നു പോകുന്നുവെങ്കിൽ പണ്ട് കാലത്തും ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? അന്നാരും അമ്പലത്തിൽ വരാതിരുന്നു. അന്നും തലമുറയില്ലായിരുന്നോ? യുവത്വം ഇല്ലായിരുന്നോ? ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന തലമുറയും ആ യുവത്വത്തിൽ കടന്നല്ലേ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് മാത്രം എത്ര ഒരു പ്രശ്നം എന്ന് ചിന്തിച്ചാൽ അതും അവരുടേതായ വിഷയങ്ങൾ വരുമ്പം അവർക്കും അത് ചിന്തനീയമായ വിഷയങ്ങൾ ആണ്. അപ്പൊ യോഗ്യമായിട്ടുള്ളത് എന്താണോ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഇപ്പം ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, ഷർട്ട് ഊരിയിട്ട് ഒരു കൈ ഊരി ഇട്ടേച്ച് ഉള്ള ബട്ടൺസ് എല്ലാം ഇടും. എന്നിട്ട് അടിയിൽ കൂടെ ഒരു കൈയെടുത്ത് ഇങ്ങനെ കയറ്റും. എന്നിട്ട് മറ്റേ കൈയെടുത്ത് ഇങ്ങനെ പിടിച്ച് ഒരു തൊടുന്ന സമ്പ്രദായം കാണുന്നുണ്ട്. ഇത്ര ബുദ്ധിമുട്ടി എന്തിനാ വരണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമുക്കെല്ലാം കോപ്രായം കാണിക്കലായിട്ട് മാറി. ക്ഷേത്രത്തിൽ പോകുന്നത് എനിക്ക് ഭക്തി ഉണ്ടെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ക്ഷേത്രം അതിനുള്ളതല്ല, സ്വയം ബോധത്തിലേക്ക് ഉണരാനുള്ളതാണ്, ഉയരാനുള്ളതാണ്. അതിന്റെ ആദ്യത്തെ പടിയാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെതായ മര്യാദകളെ പാലിച്ചുകൊണ്ട് തന്നെ ചെല്ലാനുള്ള ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അല്ലാതെ ആരാണ്ടെ കാണിക്കാൻ, 10 പേരെ കാണിക്കാൻ, 10 പേരെ കാണാൻ ഒക്കെ ആയിട്ട് പോയി കുത്തി നിൽക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രം. സംസ്കാരത്തെ ഉടലെടുപ്പിക്കുന്ന അല്ലെ സംസ്കാരത്തെ പഠിക്കാനുള്ള സങ്കേതങ്ങളായിട്ട് ക്ഷേത്രങ്ങള് പണ്ട് കാലത്തുണ്ടായിരുന്നത്. സംസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണവും അതുകൊണ്ടാണ്. ധർമ്മത്തെ അറിഞ്ഞൊരു തലമുറ ജീവിച്ചു വരാൻ പാടില്ല. ക്ഷേത്രങ്ങളിലൊക്കെ ഇനി കാണിക്കുന്ന ഓരോ തരത്തിലുള്ള വേണ്ടാതീനങ്ങൾ കാണിക്കുന്നതിന്റെ എല്ലാം കാരണം ക്ഷേത്ര സംസ്കാരം ധാരാളം അത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ക്ഷേത്ര സംസ്കാരത്തെ അറിഞ്ഞ ഒരു തലമുറ വളർന്നു വന്നാൽ പലർക്കും പലരുടെയും കാര്യങ്ങൾ നടക്കാതെ വരുന്നു. അതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ ആ ക്ഷേത്ര സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം നശിപ്പിക്കാനുള്ള അവസ്ഥകൾ നമ്മൾ ആലോചിക്കുന്നത്. നമ്മളായിട്ട് തന്നെ അത് ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുക. അതാണ് സത്യം. എന്തായാലും ധർമ്മത്തെ അറിയുക, സംസ്കാരത്തെ പഠിക്കുക. ആ സംസ്കാരത്തെ പഠിച്ച അല്ലെങ്കിൽ ധർമ്മത്തെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും എന്തിനാ ക്ഷേത്രത്തിൽ പോണത്, അല്ലെ എന്തിനാ അവിടെ തൊഴണത്, അല്ലെ അങ്ങോട്ട് ചെന്നാൽ എന്താണ് കിട്ടണത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞനുഭവിക്കേണ്ട വിഷയങ്ങളാണ്. പറഞ്ഞുകൊടുത്താൽ മനസ്സിലാക്കാൻ മാത്രം പറ്റുന്നതല്ല, അത് അനുഭവിച്ചറിയേണ്ടതാണ്. ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ എന്താണ് കിട്ടുക. ഇപ്പൊ പിന്നെ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ കിട്ടും, തീർത്ഥവും കിട്ടും, ചില പൂവും കിട്ടും. അത് തൊട്ടേലെ വാങ്ങി കൽത്തോടെ തൂത്തിച്ച് നമ്മൾ ജോലി ഈശ്വരാദിനോട് ഇപ്പൊ കണ്ണാടി വെച്ചിട്ടുണ്ട് അമ്പലത്തിലെ മുമ്പിൽ. കൃത്യമായിട്ട് തൊട്ടോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ണാടി അല്ലെങ്കിൽ കുറി ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ കുഴപ്പമാണ്.
പണ്ട് കാലത്ത് ഇങ്ങോട്ട് വരച്ചൊരു പൂശിച്ച് പോകുന്ന സ്വഭാവത്തിൽ നിന്ന് ഇപ്പൊ കൃത്യമായി അവിടെ വെള്ളം വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ചാലിച്ച് ഈർക്കിലോട്ട് വേണമെങ്കിലും തൊട്ടച്ച് പോകാനുള്ള സംവിധാനം വരെ നമ്മൾ ഇന്ന് ക്ഷേത്രം. ഇതൊക്കെയാണ് നമുക്ക് പറ്റിയ അവസ്ഥ. നമ്മുടെ സംസ്കാരത്തെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ നശിപ്പിക്കാൻ നോക്കി ഓരോരോ ഭൗതികത വളർത്തി കൊടുത്തു വന്നപ്പോൾ ക്ഷേത്രത്തിന്റെ സംസ്കാരവും അവിടുത്തെ രീതികളും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് നശിപ്പിച്ചു. ഇതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കുള്ളതൊക്കെ നമ്മളായിട്ട് തന്നെ നശിപ്പിച്ചു. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് ചന്ദനം തൊടുന്നുണ്ടോന്ന് ചോദിച്ചാൽ പാടിയൊന്നുമില്ല, ചന്ദനം തൊടുത്തിട്ട് നെറ്റ് ചീത്തയാക്കാൻ വരെ ഒഴിയൊന്നുമില്ല. തൊട്ടിട്ടെന്തോ കിട്ടാൻ സ്ത്രീകൾ ശ്രീമന്തരേഖ സിന്ദൂരം ചേർത്തുമ്പോ ഈർക്കിലോട്ട് ചാലിച്ച് അവിടെ എവിടെങ്ങാനും ഒരു കുത്തിയെങ്കിലായി. എന്താ കാരണം? കുങ്കുമം തൊട്ടാ വേർക്കും ഒലിച്ചിറങ്ങും. അതുകൊണ്ട് പണ്ട് കാലത്തുള്ളവർ തൊട്ടപ്പോ വേർക്കും ഇല്ലായിരുന്നു, കുങ്കുമം ഒലിക്കത്തും ഇല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് അവരാരും തൊട്ടിട്ടില്ല. താലി ഇട്ടില്ലേ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. താലി ഉള്ളത് കൊണ്ട് വലിയ കാര്യമുണ്ടോ? വലിയ കാര്യമില്ല. അത് കാര്യമുള്ളവർക്ക് താലി കൊണ്ട് വലിയ കാര്യമുണ്ട്, ഇല്ലാത്തവർ ഇല്ലാത്തതിൻ്റെതായ കുഴപ്പമുണ്ട്. കൂറില്ലാതെയായി. അങ്ങനെ എല്ലാം നമ്മൾ ഓരോന്ന് നശിപ്പിച്ച് ഇപ്പൊ അച്ഛനെ കണ്ട മക്കൾ മിണ്ടൂല, മക്കളെ കണ്ട അച്ഛൻ നോക്കൂല. ഇങ്ങോട്ട് വളരാൻ പറഞ്ഞാൽ കാല് വളയ്ക്കണം കൊടുത്തിട്ട് അവൻ അങ്ങോട്ട് പോകും. എന്താ കാരണം? ധർമ്മം അറിയില്ല. നമ്മുടെ സംസ്കാരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളിങ്ങനെ എല്ലാവിധമായ സുഖം നേടാനൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വളരെ ഭേദം വീട്ടിൽ ഇരുന്ന് സീരിയല് കാണുക നല്ലത്. സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ നമ്മൾ TV ഓൺ ചെയ്യുക എന്നതാണ്. കണ്ടില്ലേ വലിയ പ്രഷറാ. അത്താഴ കുട്ടിയിലേലും കുഴപ്പമില്ല, സീരിയലിന്റെ ഒരു എപ്പിസോഡും പോകാൻ പറ്റില്ല. ഞായറാഴ്ച ഒരുപാടില്ലാത്തത് കണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈശ്വരാധീനോട് ഇതെല്ലാം കാണാൻ കുത്തിയിരിക്കുന്നതും നമ്മുടെ ആൾക്കാരാണ്. ഹിന്ദു എന്ന് പറയുന്ന വർഗമാണ്. മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾ യഥാസമയങ്ങളിൽ കൃത്യമായിട്ട് അവരെന്തോ കണ്ടില്ലേലും കഴിച്ചില്ലേലും കൊണ്ടില്ലേലും അവരത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് അവർ പാലിക്കും. നമ്മൾ മാത്രമെല്ലാം ഉപേക്ഷിച്ച് ജീവിയുടെ മുമ്പിൽ വരികയും. അതുകൊണ്ട് കുടുംബത്തിൽ എന്താ ഒരെണ്ണമല്ലേ ഒരെണ്ണം നേരെ ചൊവ്വയുള്ളതുണ്ടോ? ഉണ്ടോ? ഒരെണ്ണമില്ല. ആരാ അനുഭവിക്കണത്? സ്വയമേവ അനുഭവിക്കുക. എന്നിട്ട് പറയണത് എന്താ? വഴിതെറ്റിപ്പോയി, ഞാൻ അങ്ങനെയൊന്നും വളർത്തിക്കൊണ്ട് വന്നതല്ല, ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ വളർത്തിയത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളായിട്ട് തന്നെ തലതിരിച്ചു കൊണ്ടുപോയതാണ്. ആവട്ടെ, എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ രക്ഷയാകാൻ കഴിഞ്ഞ ഇവിടെ പറയുന്നത് ധ്രുവന്റെ കഥയാണ്. അതും ഈ പറഞ്ഞതുപോലെ 2 മക്കള്, 2 ഭാര്യ, സുരുചിയും സുനീതിയും എന്ന് പറയുന്ന 2 ഭാര്യമാർക്ക് 2 മക്കള്, ധ്രുവനും ഉത്തമനും. 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് 6 മാസം കൊണ്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിന് പ്രായം ഒരു പ്രശ്നമേ അല്ല. 6 ആയാലും 60 ആയാലും ഈശ്വര സാക്ഷാത്കാരം നേടണം എന്ന് തോന്നിയാൽ അവന് കൃത്യമായ രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്ത് വേണം? അവിടെ നല്ലൊരു ഗുരു ഉണ്ടായിരുന്നു. ധ്രുവന് പറഞ്ഞു കൊടുക്കാൻ നാരദൻ എന്ന് പറയുന്ന നല്ലൊരു ഗുരു ഉണ്ടായിരുന്നു. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതോടൊപ്പം അതിനേക്കാൾ പ്രധാനമായിട്ട് മാതാവിന്റെ അനുഗ്രഹം, അമ്മയുടെ അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, ആശീർവാദത്തോടു കൂടി യാത്ര ചെയ്തത് കൊണ്ട് നല്ലൊരു ഗുരുവിനെ കിട്ടി. ആ ഗുരുവിൽ നിന്ന് വേണ്ടതായ അറിവിനെ നേടിയെടുത്തപ്പോ ഈശ്വര സാക്ഷാത്കാരത്തിന് സാധ്യമായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പേർക്കുണ്ട് മാതാവിന്റെ അനുഗ്രഹം എന്ന്? മാതാവിന്റെ അനുഗ്രഹം വേറെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇപ്പൊ നമ്മളൊക്കെ പോകുന്ന അങ്ങനെയുള്ളിടത്തോട്ടാണ്. സ്വന്തം അമ്മയ്ക്ക് വെള്ളം കൊടുത്തില്ലേലും അയൽവക്കാരൻ്റെ അമ്മയെ പല്ലക്കയില് കൊണ്ടു നടക്കാനാണ് നമുക്ക് ഇഷ്ടം, ഇല്ലേ? ശരിയല്ലേ? ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ കാണാൻ കഴിയേ? അവിടെ പോയി കവന്ന് കിടക്കണേ അല്ല, നമ്മളൊക്കെ തന്നെ പോകണ്ടെന്നൊന്നുമല്ല. പക്ഷെ സ്വന്തം തള്ളയ്ക്ക് വെള്ളം കൊടുത്തിട്ട് കണ്ടമ്മ പല്ലൊക്കെ കേട്ടെന്നെ പോകാം. അല്ല, ഈ തങ്ങളുടെ ശാപം വലിച്ചു വയ്ക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ?
അതുകൊണ്ട് സ്വന്തം അമ്മയുടെ അനുഗ്രഹം കിട്ടിയപ്പോ യാത്രയിൽ ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ താൻ നീങ്ങുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ഗുരു. അപ്പൊ മാതാവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഗുരുവിനെ കിട്ടും. പിതാവ് മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചിരുന്നു, പക്ഷേ കാരണം ഇവിടെ പുറമേ പറയാൻ പറ്റില്ല, ഭാര്യയോടുള്ള ഭയം. സുരുചി എന്ന ഭാര്യയോട് തനിക്ക് കഠിനമായ രീതിയിലൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളിന്റെ ഉള്ളുകൊണ്ട് തന്റെ പുത്രനെ അനുഗ്രഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ഉത്ഥാനവാദൻ. എന്തായാലും മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടായപ്പോ നല്ലൊരു ഗുരുവിനെ കിട്ടി, അതിൽ കൂടി ഈശ്വര സാക്ഷാത്കാരം നൽകി. അതുകൊണ്ടാണ് മാതാ പിതാ ഗുരു ദൈവം എന്ന സങ്കല്പം നമുക്കുണ്ടായത്. മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ കിട്ടൂ. ആ ഗുരുവിൽ കൂടി ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. തന്നെയുമല്ല, ആദ്യത്തെ ഈശ്വരൻ എന്ന് പറയുന്നതും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന ഈശ്വരൻ മാതാപിതാക്കന്മാരാണ്. അത് കഴിഞ്ഞാൽ ഗുരുവാണ്. അത് കഴിഞ്ഞാണ് ഈ പ്രപഞ്ചം മുഴുവൻ വിലയം പ്രാപിച്ചിരിക്കുന്ന ശക്തി സ്വരൂപത്തെ നമ്മൾ ആ ഗുരുവിൽ കൂടി തിരിച്ചറിയുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ധ്രുവന് 6 മാസം കൊണ്ട് കൊച്ചുകുട്ടിയായിരുന്നിട്ട് പോലും ഈശ്വര സാക്ഷാത്കാരം നേടണമെന്ന അമിതമായ ആഗ്രഹം അവനെ കൊണ്ട് കഠിനമായ വ്രത അനുഷ്ഠാനത്തിൽ കൂടി തപസ്സിൽ കൂടി മുൻപോട്ട് കൊണ്ടുപോയി. നമ്മളൊക്കെ വ്രതവും അനുഷ്ഠിക്കും, തപസ്സും ചെയ്യും, ഒക്കെ ചെയ്യും, പക്ഷെ നമുക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഒന്നും വേണ്ടവണ്ണമല്ല നമ്മള് ചെയ്യുന്നത്. അതുകൊണ്ട് ധ്രുവൻ കാട്ടിത്തരുന്നു, ഈശ്വര സാക്ഷാത്കാരം നേടണമെങ്കിൽ മനസ്സ് തപിക്കണം. ഇന്ദ്രിയങ്ങൾ അടങ്ങിക്കഴിഞ്ഞ് മനസ്സിനെ തപിച്ചു തുടങ്ങുമ്പോ അവിടെ ഈശ്വര സാക്ഷാത്കാരം നേടാനായിട്ട് സാധ്യമാവും. അതിൽ ഗുരുവിന്റെ ഉപദേശം ഉണ്ടാവണം എന്ന് അവിടെ കൂടി കാണിച്ചു. അവിടുന്ന് പഞ്ചമസ്കന്ധത്തിലേക്ക് കടക്കുമ്പോ അവിടെ ജഡഭരതന്റെ കഥയെ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തും. ഏതൊന്നിനെ നിലച്ചുകൊണ്ടാണോ ഈ ദേഹത്തൊന്ന് ദേഹി വിട്ടുപോണത്, അതായി തീരും അടുത്ത ജന്മം. നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താ? ഇവിടുന്ന് നേരത്തെ പോയപ്പോ ഏതാണ്ടൊക്കെ നിലച്ചു പോയിട്ടാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ പൂർവ്വജന്മത്തിൽ പുരുഷന്മാരാണ്. ചിരിക്കണ്ട. ജീവൻ പോകാൻ നേരം ഭർത്താവിനെയോ ഒക്കെ ഓർത്തുകൊണ്ടാണ് ജീവൻ പോയത്. അതുകൊണ്ടാണ് അല്ല, പൂർവ്വജന്മത്തിൽ പുരുഷന്മാരായിരുന്നു. പോകാൻ നേരം ഭാര്യയൊക്കെ ഓർത്തുകൊണ്ട് പോയത് കൊണ്ടാണ് ആരായിട്ട് ജനിക്കേണ്ടി വന്നത്? സ്ത്രീയായിട്ട് ജനിക്കേണ്ടി വന്നത്. ഞങ്ങളൊക്കെ പൂർവ്വജന്മത്തിൽ സ്ത്രീകളായിരുന്നു. പോകാൻ നേരം ഭർത്താവിനെയൊക്കെ ആലോചിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പുരുഷന്മാരായിട്ട് ജനിക്കേണ്ടത്. അപ്പൊ ഏതൊരു ഇതിനെ നിലച്ചുകൊണ്ടാണോ ദേഹത്തു നിന്ന് ദേഹി പോണത്, അതായി തീരും അടുത്ത ജന്മം. അപ്പൊ ഈ മനുഷ്യജന്മം കിട്ടിയപ്പോ എന്തിനെ ഓർത്തുകൊണ്ട് പോകണം? ആ ഈശ്വരനെ ഓർത്തുകൊണ്ട് പോകണം. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ ബന്ധുക്കളെയോ ഒന്നും കണ്ട് മരിക്കാനുള്ള ഇടയുണ്ടാവരുതേ ഈശ്വരാന്ന് പ്രാർത്ഥിച്ചോളൂ. ഏതിനെങ്കിലും കണ്ടേച്ചു പോയാൽ അതോടെ കൂടി വിധി. പ്രത്യേകിച്ച് ചില ഭാര്യമാരുടെ മുഖം കണ്ടേച്ചാ വന്നെങ്കിൽ പിന്നെ അടുത്ത ജന്മം നോക്കുകയേ വേണ്ട, പോക്ക. ഒരിക്കലും ഇങ്ങനെ ഇതിനെക്കുറിച്ച് വന്നപ്പോൾ ഒരാളോട് ചോദിച്ചു, സ്വാമി, ഈ ഭദ്രകാളിയുടെ ഫോട്ടോ മുറിക്കകത്ത് തൂക്കുന്നതുകൊണ്ട് കുഴപ്പമല്ലോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ രൗദ്രഭാവത്തിലുള്ളത് വേണ്ട. കാരണം ഒരു രൗദ്രഭാവം കണ്ടാൽ നേരം അടുത്തിരിക്കുക ഭദ്രകാളിയുടെ. ഇനി ഭദ്രകാളിയുടെ ഫോട്ടോയുടെ രൗദ്രഭാവമായ അകപ്പാടെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് രൗദ്രഭാവത്തിലുള്ളത് വേണ്ട, ശാന്തമായിരിക്കുന്ന ഭാവത്തിലുള്ള ഫോട്ടോ ഉണ്ടെ തൂക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇത്തരത്തില് ഈശ്വരന്മാരുടെ എന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ ദേവതാ സങ്കല്പത്തിലുള്ളവരുടെയൊക്കെ ഫോട്ടോയോ ഒക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് കുഴപ്പം പറ്റുന്ന ഒരു കുഴപ്പം വരാനില്ല. ഞാൻ എന്റെ ബെഡ്റൂമിൽ തൂക്കിയിട്ടിട്ടുണ്ട്. രാവിലെ കണ്ണുറങ്ങും ഭാര്യയോട് പറഞ്ഞിട്ട് രാവിലെ കാട്ടിക്കാപ്പി കൊണ്ട് വരുമ്പോൾ മാറി എന്നെ വിളിക്കാവൂ, നേരെ മുമ്പ് ഇത് വിളിക്കരുത്. കാരണം കണ്ണു തുറന്ന് അങ്ങനെ കണ്ടേച്ച് വേണം ബാക്കി കാണാൻ. അതുകൊണ്ട് നമുക്കെപ്പോഴും ഈശ്വരീയമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലെ പ്രതിരൂപങ്ങളെ കണ്ടുകൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് മരിക്കാൻ സമയമാവുമ്പോൾ ഈശ്വര ചിന്തയോടുകൂടി മരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത ഒരു ജന്മം ഉണ്ടാവാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഇനി ഉണ്ടായാൽ തന്നെ കുറെ കൂടി ശ്രേഷ്ഠമായ ഒരു ജന്മം ഉണ്ടാവുകയോ ചെയ്യും.
അപ്പൊ അതുകൊണ്ട് ഈശ്വരീയമായ, അതുകൊണ്ട് ആ ഈശ്വര ചിന്തയിൽ തോന്നിയ മനുജന് ശാശ്വതം ഈ ഉലകിൽ എന്ന് പാടാൻ കാര്യം. ഈശ്വരീയമായ ചിന്തകളാണ് മനസ്സിന് ശാന്തിയും സമാധാനം നൽകുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന ഇത്രയും സമാധാനങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ചില ഉണ്ടാവും. വീട്ടിൽ ഇരുന്നാൽ ഇതൊരു വീട്ടിൽ സമാധാനം കിട്ടുമോ? കിട്ടും. വീട്ടിലിരുന്നാൽ ഇവിടെ ഇരിക്കുന്ന സമാധാനം കിട്ടുമോ? കിട്ടത്തില്ല. ഇനി അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, വീട്ടിൽ കിടന്നപ്പോ ഉച്ചക്കിടന്ന് ഉറങ്ങും ഇല്ലേ? ഉറങ്ങുമോ? ഉറങ്ങുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ ഞെട്ടി ഉണരുവോ ഇല്ലയോ? ഉണരും. അതേസമയം ഊണും കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഉറങ്ങുന്നവരെ നോക്കിയേ, ഇവിടെ ആരും ഇരിക്കാറില്ല, ചില വേദിയിൽ ഇരിക്കാറുണ്ട്. എന്റെ കൈ പറ പോലുള്ള ഒച്ച കേട്ടാൽ പോലും അവരാരും ഉണരത്തില്ല. എന്താ കാര്യം? അത്രയ്ക്ക് ശാന്തി സമാധാനം എവിടെ ഉണ്ട്? ഭഗവാന്റെ കഥകൾ പറയുന്നിടത്തുണ്ട്. ഞാൻ തമാശ പറഞ്ഞല്ല. കാരണം അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് വേറെയാ. ഒരിക്കലും ആ ഒരു സമാധാനവും ശാന്തിയും ഒന്നും ഗൃഹത്തിൽ കിട്ടത്തില്ല. ഉറപ്പാ അല്ലേ? ഇപ്പൊ അമ്മ പറഞ്ഞത് വീട്ടിൽ സമാധാനം കിട്ടുന്ന ചിലപ്പോൾ ആരും കാണത്തില്ല. വേറെ വീട്ടിൽ ഇതിൽ ഒന്നോ രണ്ടോ പേരെ കാണുള്ളൂ. പരസ്പരം അടി ഉണ്ടാക്കാൻ 2 പേരെ കാണും ഇല്ലേ? ശരിയല്ലേ? അച്ഛൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി, മക്കളും മരുമക്കളും ഒക്കെ കൂടെ വീട്ടിലൊന്നും ഉണ്ടാവട്ടെ, കൊച്ചുമക്കളൊക്കെ കൂടെ സമാധാനം പോയിട്ട് പരിസരത്ത് പോലും നിൽക്കാൻ തോന്നില്ല. നേരം മനസ്സിലാവണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈശ്വരീയമായ ചിന്തകളിലെ കൂടുതൽ ഉള്ളിലേക്ക് കേൾക്കുക. ഭൗതിക ജീവിതമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാതെ കൂടുതൽ സമയം ഈശ്വരീയമായ ചിന്തകളുണ്ടെങ്കിൽ മനസ്സിന് ശാന്തിയും സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ഈശ്വരനെ നിലച്ചുകൊണ്ട് മരിക്കാനുള്ള അവസ്ഥയിലേക്ക് മനസ്സിനെ ഇപ്പോഴേ പറഞ്ഞ് പഠിപ്പിക്കുക. ബോധമുള്ളപ്പോൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അല്ല മലർന്ന് കിടക്കുമ്പോ അയ്യോ ഞാൻ ഇത്രയും കാലം എന്തിനാണോ ഇങ്ങനെ ജീവിച്ചെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ബോധമുള്ളപ്പോൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഈശ്വരീയമായ ചിന്തകൾ. എങ്കില് അടുത്ത ജന്മം ശ്രേഷ്ഠമായിട്ട് കിട്ടും. അതുകൊണ്ട് ഈശ്വരനെ നിലച്ചു പോയാൽ ഈശ്വരീയമായ ചിന്തകളുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ജന്മം അടുത്ത ജന്മത്തില് കിട്ടും. നമ്മൾ വളർന്നു വരുന്ന സംസ്കാരവും അതിന് ഒരു ഘടകമാണെന്ന് മാനിന്റെ കഥയിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ നിൽക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ കുറെ കഥകൾ 19 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കഥയൊന്നും വിശദീകരിക്കാതെ കൊണ്ട് പോയത്. കാരണം കഥയൊക്കെ ഒരുപാട് എത്ര ആചാര്യന്മാർ വന്നല്ലേ? 19 കൊല്ലം കൊണ്ട് എത്ര ആചാര്യന്മാർ വന്നിട്ട് ഞാൻ ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യം പറയുന്നു അല്ലേ? എൻ്റെ അറിവിൽ സച്ചിദാനന്ദ സ്വാമി വന്നിട്ടുണ്ട്. അന്ന് സ്വാമിയോടാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നത്, പാരായണത്തിനായിട്ട് വരുന്നത്. സ്വാമി ആചാര്യ സ്ഥാനത്ത് ഞാൻ പാരായണത്തിനായിട്ട്. അപ്പൊ 3 പോയിട്ട് 16 കൊല്ലത്തിൽ എത്ര ആചാര്യന്മാർ വന്നിട്ടുണ്ട്? ഒരു 10 പേരെങ്കിലും വന്നിട്ടില്ലേ? 24. പോയിട്ട് അപ്പൊ എത്ര? 21 എണ്ണം. 21 വർഷത്തിൽ എത്ര ആചാര്യ? എങ്ങനെയായാലും ഒരു 10-15 ആചാര്യന്മാർ വന്നിട്ടില്ലേ? ഇല്ലേ? ഇവരെല്ലാം കഥ പറഞ്ഞിട്ടല്ലേ പോയെ? അപ്പൊ ഇനിയിപ്പോ കഥ പറയേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ കുറേശ്ശെയായിട്ട് പറഞ്ഞങ്ങനെ പോവാം, സമയം കിട്ടുന്നത് പോലെ. അപ്പൊ എന്തായാലും കാര്യങ്ങളെയൊക്കെ ഒരുമാതിരിയെങ്കിലും ബോധിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ബോധിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരു കാര്യം ഉറപ്പിച്ചുള്ളൂ, ഈശ്വരീയമായ ചിന്ത അല്ലാതെ വേറെ എന്ത് വന്നാലും അതെല്ലാം ദുഃഖത്തിന് കാരണമാണ്. എപ്പോഴാണോ ഈശ്വരീയമായ ചിന്ത ഉള്ളിലുണ്ടാവുന്നത് അത് മാത്രമേ സമാധാനത്തിനുള്ള വഴിയായിട്ട് ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ദുഃഖം തരുന്ന. ഭർത്താവിന് ഭാര്യ ദുഃഖം, ഭാര്യയ്ക്ക് ഭർത്താവ് ദുഃഖം, ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കൾ ദുഃഖം, മക്കൾക്ക് അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ദുഃഖം, അവർക്ക് അവരുടെ മക്കളെ കൊണ്ടുള്ള ദുഃഖം. അങ്ങനെ ഏതെടുത്ത് നോക്കിയാലും എല്ലാം ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന ബോധത്തില് ജീവിക്കാം. ഈശ്വരനെ